ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിതത്തിലെ ഓരോ ദിവസവും കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും ആ ഇഷ്ടം എനിക്ക് എനിക്ക് കൂടി വരാ രാജു. നിന്നെ ഇഷ്ടമാണ് രാജു. വർമ്മസാറിന്റെ മകളായതുകൊണ്ട് വർമ്മസാറിന്റെ മകൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എന്നെ ദീപക് ഉപദ്രവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും രാജു ഒരു ദുസ്വപ്നം കണ്ടപ്പോ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നു. അത്രയല്ലേ ഉള്ളൂ? അതെ മാഡം, അത്രേ ഉള്ളൂ. ആ എങ്കിൽ പിന്നെ എന്റെ കണ്ണിൽ നോക്ക് രാജു. നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാം. ശരി. അതെന്താ രാജു, എന്റെ കണ്ണിലേക്ക് നോക്കാൻ നിനക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലേ? കണ്ണിലേക്ക് നോക്കി നിന്നാ എന്നെ പ്രണയിച്ചു പോകുന്ന പേടിയായിരിക്കും അല്ലേ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാനെന്തിനാ പേടിക്കുന്ന? എങ്കിൽ കണ്ണി നോക്ക് രാജു. ഇങ്ങനെ നോക്കിക്കാനാണോ റൂമിന്റെ വാതിലൊക്കെ അടച്ച്? മാഡം എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയേ, എനിക്ക് പോണം. ഇതുപോലെ തന്നെ ഇതിനു മുൻപും എനിക്ക് ആപത്തുണ്ടാവുമെന്ന് പേടിച്ച് സ്വപ്നം കണ്ട് ഭയന്നപ്പോ രാജു എന്നെ കാണാൻ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ലല്ലോ. ഇല്ല രാജു, നീ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചു മുൻപ് നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴും നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോഴാ ഞാൻ നിന്നെ നോക്കിയത്. മാഡം രാജു, നീ സത്യം പറ, ഇതിനു മുൻപ് നീ ഇവിടെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട് മാഡം. ഇതിനു മുമ്പും ഒരു തവണ ഞാൻ ഇതുപോലെ ഒരു ദുസ്വപ്നം കണ്ട് പേടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോ മാഡം നല്ല ഉറക്കത്തിലായിരുന്നു. മാഡത്തെ ഒന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിട്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചുപോയി. രാജു, നീ എന്നോട് കാണിക്കുന്ന കെയറിംഗ് ഉണ്ടല്ലോ, എന്റെ അച്ഛനോടുള്ള സ്നേഹം, ആ അച്ഛന്റെ മകളാണെന്നുള്ള സ്നേഹം, അതുകൊണ്ട് മാത്രമല്ല രാജു, നിന്റെ മനസ്സിൽ എവിടെയോ എന്നോടുള്ള പ്രണയമുണ്ട് രാജു. അതെനിക്ക് നിന്റെ കണ്ണില് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല മാഡം. അതൊക്കെ മാഡത്തിന് വെറുതെ തോന്നുക. തോന്നലല്ല രാജു, എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് നിന്റെ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് രാജു. നീ എന്റെ അടുത്ത് വരുമ്പോ എന്റെ ഹൃദയത്തില് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നിനക്കറിയാമോ? എന്റെ ഹൃദയത്തിന്റെ താളമെടുപ്പ് കൂടും. എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക വൈബ്രേഷൻ.
രാജു. നിനക്കങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രണയം കൊണ്ടാ രാജു. രാജു, ഇന്ന് തൊട്ടാ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് തോന്നി. നീ എന്നോട് കൂടുതൽ അടുത്ത് ഇടപഴകി ഓരോരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയപ്പോ എനിക്ക് എന്റെ നല്ല കൂട്ടുകാരനായി. ആ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഞാൻ പതിയെ പതിയെ സ്നേഹിച്ചു തുടങ്ങി. ജീവിതത്തിലെ ഓരോ ദിവസവും കഴിഞ്ഞ് നീ മുന്നോട്ട് പോകും തോറും ആ ഇഷ്ടം എനിക്ക് കൂടി വരാ രാജു. ഇഷ്ടമാണ് രാജു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് രാജു. രാജു, ഒന്ന് നോക്ക് രാജു. എന്റെ ജീവിതം പോയി, എല്ലാം തീർന്നു. ഞാനിനി എങ്ങനെ ഋതികയെ കല്യാണം കഴിക്കും? രാജുവും ഋതികയും എനിക്കിട്ട് പൊണിഞ്ഞു. അവരെന്നെ കൊണ്ട് ദീപിയുടെ കഴുത്തില് താലി കെട്ടിച്ചു. നോവിനാലേ